السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام على الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه الطاهرات الطيبات أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين وبعد. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കാർമേഘങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുൻഷിഉ സഹാബ്, കാർമേഘങ്ങളെ പടക്കുന്നവനാണ്. അതേപോലെ മുജ്രി സഹാബ്, കാർമേഘങ്ങളെ ചലിപ്പിക്കുന്നവനാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ തൽവിഷയകമായ ചില ചരിത്രങ്ങളും വിഷയങ്ങളും നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമഅ വയുൻഷിഉസ് സഹാബസ് സിഖാൽ വയുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി വയുർസിലു സ്സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹി വഹുവ ശദീദുൽ മിഹാൽ എന്ന ആയത്ത് സൂറത്ത് റഅദിൽ അവതീർണമായതുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം ആയത്ത് അർത്ഥമാക്കുന്നത് ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമഅ, അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നത്, പേടിയോടും പ്രതീക്ഷയോടും മിന്നലിനെ കാണും വിധം. മിന്നൽ പിണർ കണ്ടാൽ പേടിയാണ്, അതോടൊപ്പം പ്രതീക്ഷയാണ്, അതിനപ്പുറം മഴ വരുമെന്നുള്ള. വയുൻഷിഉ സഹാബസ് സിഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജലഭാരമുള്ള കാർമേഘങ്ങളെ പടക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു ആകുന്നു ജലഭാരമുള്ള കാർമേഘങ്ങളെ സൃഷ്ടിക്കുന്നവൻ. അതിൻ്റെ ചരിത്രം നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ വന്ന് മഴയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഹദീസുകളിൽ കാണാം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം അല്ലാഹുമ്മ സ്ഖിന എന്ന് പറഞ്ഞ് ദുആ ചെയ്യും മഴയ്ക്ക് വേണ്ടി. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ പറയാണ്, മാനത്ത് അല്പം പോലും കാർമുകിലുണ്ടാകില്ല, തെളിഞ്ഞ മാനായിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ, അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുർസിന് സമാനമുള്ള കാർമേഘത്തെ അയക്കുമെന്നാണ്. തുർസ് എന്ന് പറഞ്ഞാൽ പരിചയാണ്. പരിചയ്ക്ക് സമാനം വൃത്താകൃതിയിലുള്ള കാർമേഘത്തെ അയക്കുമെന്നാണ്. അങ്ങനെ വിശുദ്ധ മദീനയിൽ അത് നിറഞ്ഞു നിന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ശിഥിലമായി പിന്നെ മഴയായി പെയ്യുന്ന അവസ്ഥ. അപ്പോൾ മേലായ റബ്ബാകുന്നു വാനത്ത് മേഘങ്ങളെ പടക്കുന്നത്, അതും ജലഭാരമുള്ളതാണ്. അസ്സഹാബ് അസ്ഹാൻ എന്നാണ് പറഞ്ഞത്. യുസ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി, ഇടിനാദം അല്ലാഹുവിന് സ്തുതിയോതി സുബ്ഹാൻ തസ്ബീഹ് നിർവഹിക്കുന്നു, അഥവാ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന്
അത് ഇടിനാദം മുഴക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വൽ മലായികത്തു മിൻ ഖീഫതി, മലക്കുകൾ അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം തസ്ബീഹ് നിർവഹിക്കുന്നു. മലക്കുകളുടെ തസ്ബീഹ്, അതേപോലെ ഇടിനാദത്തിൻ്റെ തസ്ബീഹൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നത് അള്ളാഹുവിൻ്റെ അത്തരം സൃഷ്ടികൾക്കുണ്ട് എങ്കിൽ നമ്മളാകുന്ന വിവേകമുള്ള, വികാരമുള്ള, കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള വകതിരിവുള്ള, ബുദ്ധിയുള്ള നമ്മൾ എത്രമാത്രം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി നിർവഹിക്കണം, അത് നമ്മുടെ ഒരു ആലോചന വിഷയമാകണം. പിന്നെ ഇവിടെ പറയുന്നത് വയുർസിലു സവായിഖ് ഫയുസീബു ബിഹാ മൻ യശാ എന്നാണ്. അള്ളാഹു ആകുന്നു ഇടിവാൾ, ഇടിത്തി നിയോഗിക്കുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് ഏൽപ്പിക്കുന്നു. വഹും യുജാദിലൂന ഫില്ലാ, അവർ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ വഹുവ ശദീദുൽ മിഹാൽ, അള്ളാഹു അതിശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം, അതാണ് ഞാനിവിടെ ഈ ആയത്ത് ഓതിയതിന് പിന്നിൽ ഒന്ന് വിശദീകരിക്കാനുള്ളത്. അതെന്താണ്? അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മുശ്രിക്കീങ്ങളുടെ നേതാവിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തിയെ ദൂതനായി നിയോഗിച്ചു. ദഅവത്ത് നടത്താനാണ്. ബഹുദൈവവിശ്വാസികളുടെ ഒരു നേതാവിൻ്റെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒരു റസൂലിനെ, ദൂതനെ നിയോഗിച്ചു, അയാളെ ദഅവത്ത് നടത്താൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ റസൂൽ ആ റസൂൽ മുശ്രിക്കീൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അയാളുടെ ഇങ്ങോട്ടുള്ള ചോദ്യം എന്താ? ഹാദല്ലദീ തദഊന ഇലൈഹി മിൻ ദഹബിൻ ഔ ഫിദ്ദത്തിൻ ഔ നുഹാസ്, നിങ്ങൾ ദഅവത്ത് നടത്തുന്ന, റസൂലുള്ളാഹിന്റെ ദൂതനോട് ചോദിക്കാണ് ആ മുശ്രിക്ക്, നിങ്ങൾ ദഅവത്ത് നടത്തുന്ന ആരാധ്യൻ അള്ളാഹു അത് സ്വർണത്താലുള്ളതാണോ വെള്ളിയാലുള്ളതാണോ ചെമ്പിനാലുള്ളതാണോ? കാരണം ബഹുദൈവവിശ്വാസികൾക്ക് അങ്ങനെയുള്ള പരിചയം, ഒന്നുകിൽ കല്ലാൽ, അല്ലെങ്കിൽ മരത്താൽ, അല്ലെങ്കിൽ മണ്ണിനാൽ, അല്ലെങ്കിൽ ചെമ്പിനാൽ, വെള്ളിയാൽ, അതേപോലെ സ്വർണത്താൽ, ഇങ്ങനെ. അതുകൊണ്ടാണല്ലോ ദൈവങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത്. അന്ന് കാലങ്ങളിലാണെങ്കിലോ കല്ലാൽ ദൈവങ്ങളാണ്. അപ്പോൾ അടുപ്പുണ്ടാക്കാൻ കല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ, മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ കല്ലിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അടുപ്പുണ്ടാക്കാൻ കല്ല് കിട്ടിയിട്ടില്ല എങ്കിൽ അവരുടെ കൊട്ടയിൽ നിന്ന് കല്ലെടുത്തിട്ട് ദൈവത്തിനെ വെച്ചിട്ട് അടുപ്പുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ശീലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂൽ ചെന്ന് അയാളെ ദഅവത്ത് നടത്തിയപ്പോൾ നിങ്ങളുടെ ആരാധ്യൻ അത് സ്വർണത്താൽ, വെള്ളിയാൽ, ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ടതാണോ എന്നാണ് ചോദ്യം. അയാളുടെ കുതർക്കം. അപ്പോൾ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതന് വലിയ അത്ഭുതമായി. എന്താണ് അള്ളാഹിനെ കുറിച്ച്, പടച്ചവനെ കുറിച്ച് ചങ്ങായി പറയുന്നത്? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഈ റസൂലിനെ നിയോഗിച്ചു എന്നാണ് അയാളുടെ അടുക്കലേക്ക്, അയാളെ ദഅവത്ത് നടത്താൻ. അപ്പോൾ വീണ്ടും അയാളുടെ കുതർക്കം ഇങ്ങനെയായിരുന്നു എന്നാണ്, നിങ്ങൾ ക്ഷണിക്കുന്ന ആരാധ്യൻ അത് സ്വർണത്താൽ, വെള്ളിയാൽ, ചെമ്പിനാൽ നിർമ്മിക്കപ്പെട്ടതാണോ എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ആ ദൂതൻ മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഖദ് അഹ്ലക സാഹിബക ബഅദക, നിങ്ങളുടെ ആ വ്യക്തിയെ പിരിഞ്ഞു പോരുന്നതിന് ശേഷം അള്ളാഹു അയാളെ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആരെ? ഈ കുതർക്കിയെ. എങ്ങനെ നശിപ്പിച്ചു? അതാണ് ഹദീസിൽ കാണാം. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത്. ഏത്? വയുർസിലു സവായിഖ ഫയുസീബു ബിഹാ മൻ യശാ, അള്ളാഹു ഇടിവാൾ, ഇടിത്തി അയക്കും. ആ ഇടിത്തി ഫയുസീബു ബിഹാ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വരെ അത് ഏൽപ്പിക്കും. വഹും യുജാദിലൂന ഫില്ലാ, അവർ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ. വഹുവ ശദീദുൽ മിഹാൽ, അള്ളാഹു അതിശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. ഈ ആശയമുള്ള ഈ ആയത്ത് ഇറങ്ങിയത് ഈ വിഷയത്തിലാണ് എന്നാണ്, ഈ മുശ്രിക്കിൻ്റെ വിഷയത്തിൽ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ അവിടെ നിന്ന് മടങ്ങി. തിരുനബിയെ അയാൾ പ്രാപിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഒരു ഇടിവാൾ അയാൾക്ക് നേരെ അയച്ചു, അയാളെ നശിപ്പിച്ചു എന്നതാണ് ഇവിടെ പറയുന്നത്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതായിരുന്നു എന്നാണ് ഹദീസുകളിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സഹാബ്
എന്ന് പറഞ്ഞാൽ കാർമുകിൽ, വിശുദ്ധ ഖുർആനിൽ മുസിൻ എന്നും അതേപോലെ പല പേരുകളിൽ കാർമുകിലുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം സംസാരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കാർമുകിലുകൾക്ക് സാക്ഷിയാകുന്ന ഒരു കാലാവസ്ഥ സാഹചര്യത്തിലാണുള്ളത്. ചരിത്രം കാർമുകിലുകളെ കുറിച്ച് പറയുന്ന കഥകൾ ധാരാളമാണ്. പക്ഷേ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാർമുകിലുകൾ കാണുമ്പോൾ എങ്ങനെയായിരുന്നു, കാർമുകിലുകൾ മഴയായി പെയ്താൽ എങ്ങനെയായിരുന്നു, മഴ പെയ്യാതിരുന്നാൽ എങ്ങനെയായിരുന്നു, മഴ രൂക്ഷമായാൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെ തിരുചരിതത്തിൽ തിരുചര്യയിൽ നമുക്ക് മാതൃക ഉൾക്കൊള്ളുവാനുള്ള വിഷയമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ പരാമർശിക്കുവാൻ കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗീയ കൊട്ടാരത്തെക്കുറിച്ച് എന്താ വർണ്ണന വന്നത്? സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങളിലേക്ക് മുഖം തിരിച്ചിരിക്കും. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ കണ്ട സ്വപ്നങ്ങൾ അവതരിപ്പിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വ്യാഖ്യാനം പറയും. ഒരിക്കൽ അങ്ങനെ ചോദിച്ചു, ഞങ്ങൾ ആരൊന്നും പറഞ്ഞില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നം അന്ന് തിരുനബി പറഞ്ഞു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ ആത്മീയ ലോകം ദർശിച്ച കാര്യങ്ങൾ അതാണ് അവിടെ പറഞ്ഞത്. അവസാനം ആ സ്വപ്നത്തിൻ്റെ അവസാനത്തിൽ ആത്മീയ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയ 2 മലക്കുകൾ അതാര് എന്ന് തിരുനബി പറയാണ്. അവർ പറഞ്ഞു, വഅന ജിബ്രീൽ വഹദ മീകായിൽ, ഞാൻ ജിബ്രീലാണ്, ഇത് മീകായിലാണ്. എന്നിട്ട് ആ അവസാന സന്ദർഭത്തിൽ തിരുനബിയോട് അവർ പറയാണ്, ഫർഫഅ റഅസക്, മുഹമ്മദ് നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തി നോക്കൂ എന്നാണ്. അപ്പോൾ തിരുനബി പറയാണ്, ഫറഫഅതു റഅസി, ഞാൻ എൻ്റെ തല ഉയർത്തി. ഫൈദാ ഫൗഖി, അപ്പോഴിതാ എൻ്റെ തലക്ക് മുകളിൽ ഖസ്റുൻ മിസ്ലു സഹാബത്തിൽ ബൈദാ, ഒരു കൊട്ടാരം. ആ കൊട്ടാരം വെളുത്ത കാർമുകിൽ കണക്കെയായിരുന്നാണ്. വെളുത്ത ഒരു കാർമുകിൽ കണക്കെ ഒരു കൊട്ടാരം ഇതാ എൻ്റെ തലക്ക് മുകളിൽ എന്നാണ്. ഫഖാലാലി, അങ്ങനെ 2 മലക്കുകൾ ജിബ്രീലും മീകായിലും എന്നോട് പറഞ്ഞു, ദാക മൻസിലുക്, ദാക മൻസിലുക്, അത് നിങ്ങൾക്കുള്ള ഭവനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫഖുൽതു, തിരുനബി പറയാണ്, ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ദാനി അദ്ഖുലു മൻസിലി, എങ്കിൽ ജിബ്രീൽ മീകായിൽ എന്നെ വിടൂ, ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിക്കട്ടെ. ഫഖാല, അപ്പോൾ ജിബ്രീലും മീകായിലും പറഞ്ഞു, ഇന്നഹു ബഖിയ ലക ഉംറുൻ ലം തസ്തക്മിൽഹു, മുഹമ്മദ് നിങ്ങൾക്ക് ആയുസ് ഇനിയും ശേഷിക്കുന്നുണ്ട്, അത് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. ഫലോ ഇസ്തക്മൽതഹു അതൈത മൻസിലക്, നിങ്ങൾക്കുള്ള ഈ ദുനിയാവിലെ ആയുസ് നിങ്ങൾ പൂർത്തീകരിച്ചാൽ അതൈത മൻസിലക്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്താം എന്നാണ് അന്ന് ജിബ്രീലും മീകായിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ സ്വർഗീയ കൊട്ടാരം, ഭവനം, അത് മിസ്ല സഹാബത്തിൽ ബൈദാ എന്നാണ്, വെളുത്ത കാർമുകിൽ കണക്കെയുള്ള കൊട്ടാരം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ്റെ ചാരത്ത് ഒരു ഇടം നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം കാർമുകിലുകളുമായി, അതേപോലെ കാർമുകിലുകൾ മഴയായി പെയ്തതുമായി നമ്മൾ വായിക്കുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. പലപ്പോഴും ഈ ഒരു ചരിത്രം നമ്മൾ കേൾക്കാറില്ല. 3 യഹൂദന്മാർ ഇസ്ലാം ആശ്ലേഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ചരിത്രം. ബനു ഖുറൈള ജൂതഗോത്രത്തിൻ്റെ സഹോദര ഗോത്രമായ ബനു ഹദൽ ഗോത്രത്തിലെ 3 പേർ. ഒന്ന് സാലബ ഇബ്നു സഅയ, ഉസൈദ് ഇബ്നു സഅയ, അസദ് ഇബ്നു സഅയ. 3 പേരും യഹൂദന്മാരാണ്. ഒന്ന് സാലബ, മറ്റൊന്ന് ഉസൈദ്, മറ്റൊന്ന് അസദ്. ഇവരുടെ 3 പേരുടെയും വാപ്പാൻ്റെ പേര് സഅയ എന്നാണ്.
അതുകൊണ്ടാണ് സാലബ ഇബ്നു സഅയ, അസദ് ഇബ്നു സഅയ, ഉസൈദ് ഇബ്നു സഅയ, ഈ 3 യഹൂദന്മാർ അവർ ബനു ഹദിൽ ഗോത്രമാണ്, ഒരു ജൂത ഗോത്രം. എന്താ വിഷയം? കാനു മഅഹു ഫി ജാഹിലിയതിഹിം സുമ്മ കാനു സദാതിഹിം ഫിൽ ഇസ്ലാം എന്നാണ്. ബനു ഖുറൈദ ജൂത ഗോത്രത്തോടൊപ്പമായിരുന്നു ഇവർ ജാഹിലിയത്തിൽ. ഇസ്ലാമിൽ ഇവർ ബനു ഖുറൈദ ജൂത ഗോത്രത്തിൻ്റെ തലവന്മാരായി എന്നാണ്. എങ്ങനെയാണത്? അതാണ് ഇവിടുത്തെ വിഷയം. ഇബ്നുൽ ഹൈബാൻ എന്ന പേരിൽ സിറിയയിൽ നിന്നൊരു ജൂത പുരോഹിതൻ മദീനയിൽ വന്നു. അന്ന് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം നടന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും നടന്നിട്ടില്ല. അതിനു മുമ്പാണ് ഇബ്നുൽ ഹൈബാൻ എന്ന ജൂതൻ സിറിയയിൽ നിന്ന് യസ്രിബിൽ വരുന്നത്. യസ്രിബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീന. ഈ ഇബ്നുൽ ഹൈബാൻ നല്ല ഭക്തനായിരുന്നു, ദീനീനിഷ്ഠനായിരുന്നു. ജൂതരിൽ ആദർശത്തിൽ ഒരിക്കലും വ്യതിചലിച്ച സ്വഭാവത്തിലായിരുന്നില്ല ഇബ്നുൽ ഹൈബാൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കഥാപാത്രങ്ങൾ സാലബയും ഉസൈദും അസദും അവർ പറയാണ്, ഈ ഇബ്നുൽ ഹൈബാൻ മദീന പൂകിയപ്പോൾ, യസ്രിബിൽ വന്നപ്പോൾ കൃത്യമായ നമസ്കാരങ്ങൾ, ആരാധനകൾ അത് അയാളുടെ പ്രത്യേകതയായിരുന്നു. മഴയില്ലാതെ മദീനയിൽ യസ്രിബിൽ ഞങ്ങൾ വരൾച്ചയിൽ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾ ഈ ഇബ്നുൽ ഹൈബാനോട് പറയും മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടും. അപ്പോൾ ഇബ്നുൽ ഹൈബാൻ ഇവരോട് പറയും. ആരോട്? യഹൂദന്മാരോട്. യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ മദീനയിൽ ബനു ഖുറൈദ, ബനു നദീർ, ബനു ഖൈനുഖ 3 കൂട്ടരാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇവർ പറയാണ്, സാലബയും ഉസൈദും അസദും പറയാണ്, അദ്ദേഹം പറയും മഴയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പ്രാർത്ഥിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സദക്ക ചെയ്യണം, ദാനം ചെയ്യണം. അപ്പം അവർ അദ്ദേഹത്തോട് ചോദിക്കും, എത്ര ദാനം ചെയ്യണം? അപ്പം പറയും, സാ മിൻ തംർ ഔ മുദ്ദൈനി മിൻ ഷഈർ, ഒരു സാ കാരക്ക അല്ലെങ്കിൽ 2 മുദ്ദ് ധാന്യം, ഗോതമ്പ്, ഇത് ദാനം ചെയ്യാൻ പറയും. അങ്ങനെ ഈ ഇബ്നുൽ ഹൈബാൻ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തും. അതിനെക്കുറിച്ച് ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം, ഫവല്ലാഹി മാ യബ്റഹു മജ്ലിസഹു ഹത്താ തമുറു സഹാബത്തു വനുസ്ഖ എന്നാണ്. ഇദ്ദേഹം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ച് വിരമിക്കുകയില്ല, അപ്പോഴേക്ക് ഒരു കാർമുകിൽ ചലിക്കുകയും ഞങ്ങൾക്ക് മഴയായി അത് പെയ്ത് മഴ വർഷിക്കപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായി? അത് ഇബ്നുൽ ഹൈബാൻ എന്ന പുരോഹിതൻ്റെ ഒരു ചരിത്രം, മദീനയുടെ ചരിത്രം പറയുമ്പോൾ ഇമാം ഇബ്നു ഇസ്ഹാഖൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. വിഷയം എന്താ? ഈ ഇബ്നുൽ ഹൈബാൻ യസ്രിബിൽ സിറിയയിൽ നിന്ന് വന്നതാണ്. സിറിയയും യസ്രിബും തമ്മിൽ അന്ന് ഭയങ്കര അന്തരമുണ്ട്. സിറിയ അന്ന് ഏറെ അനുഗ്രഹീതമായൊരവസ്ഥയിലാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരൾച്ചയും പട്ടിണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് മുമ്പ് യസ്രിബിൻ്റെ അവസ്ഥ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നില്ല, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന വസാഇന, ഞങ്ങളുടെ മുദ്ദിൽ സായിൽ ഒക്കെ നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം എന്താ? അവിടുത്തെ സാഹചര്യമായിരുന്നു. പിന്നെയാണ് മദീനയിൽ അഭിവൃദ്ധി ഉണ്ടായത്. അപ്പോൾ സിറിയയിൽ നിന്ന് ഇദ്ദേഹം യസ്രിബിൽ വന്ന് പാർത്തു ഇബ്നുൽ ഹൈബാൻ. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയാണ്, യാ മാശറ യഹൂദ്, ജൂതരെ, മാ തറൗനഹു അഖ്റജനി മിൻ അർദിൽ ഖംരി വൽ ഖമീരി ഇലാ അർദിൽ ബുഅ്സി വൽ ജൂ'. മദീനത്തെ ജൂതന്മാരോട് ഇബ്നുൽ ഹൈബാൻ പറയാണ്, മദ്യം യഥേഷ്ടം വിളമ്പുന്ന നാടാണ് സിറിയ. അവിടെ നിന്ന് ഞാൻ ഈ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും യസ്രിബിലേക്ക് എന്തിനാണ് വന്നത് നിങ്ങൾക്കറിയുമോ? ഞാൻ എന്തിനായി അവിടുന്ന് സിറിയയിൽ നിന്ന് എന്തിനാണ് ഞാൻ യസ്രിബിലേക്ക് വന്നത് നിങ്ങൾക്കറിയോ? അപ്പോൾ മദീനക്കാർ പറയും, താങ്കളുടെ വരവിനെ കുറിച്ച് താങ്കൾക്കാണ് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഫഇന്നി ഖദിംതു ഹാദിഹിൽ ബൽദ, സിറിയയിൽ നിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് യസ്രിബിലേക്ക് വന്നത് അതവക്കഫു ഖുറൂജ നബിയ്യിൻ ഖദ് അദല്ല സമാനുഹു, ഒരു പ്രവാചകൻ
സമാഗതമാകാൻ സമയമെടുത്തിരിക്കുന്നു. ആ പ്രവാചകനെ പ്രതീക്ഷിച്ചാണ്. വഹാദിഹിൽ ബൽദത്തു മുഹാജറുഹു. ആ പ്രവാചകൻ വന്നാൽ അദ്ദേഹത്തിൻ്റെ പാലായന ഭൂമിയാണ് ഈ നാട്. ഏത് നാട്? യസ്രിബ്. അർജു അൻ യുബ്അസ ഫഅത്തബിഉഹു. ആ പ്രവാചകൻ നിയോഗിക്കപ്പെടണം, അങ്ങനെ അദ്ദേഹത്തെ അനുധാവനം ചെയ്യണം, പിന്തുടരണം എന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക്. വലഖദ് അദല്ലക്കും സമാനുഹു. ആ പ്രവാചകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ കാലമെടുത്തു. അതുകൊണ്ട് ഫലാ തുസ്ബഖുന്ന ഇലൈഹി യാ മാശറ യഹൂദ്. ജൂതന്മാരെ, നിങ്ങളെ മുൻകടന്ന് മറ്റൊരു ടീം ആ പ്രവാചകന്റെ അടുക്കലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിച്ചോളിയും എന്നാണ്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞ് ഇബ്നുൽ ഹൈബാൻ പിന്നീട് മരിക്കുക ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാനോ കാണാനോ അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല. കാരണം ഇദ്ദേഹം മരണപ്പെട്ടു. ഈ സാലബയും ഉസൈദും അസദും പറയാണ്, ഞങ്ങൾ പലതവണ അദ്ദേഹത്തെ വരൾച്ചയുടെ സമയത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം സദക്ക ചെയ്യാൻ പറഞ്ഞത് സദക്ക ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യാറുണ്ട്, കാർമുകിൽ വരും, എന്നിട്ട് അത് മഴയായി പെയ്യും. അങ്ങനത്തെ സാഹചര്യം ഞങ്ങൾക്ക് പലതുണ്ടായിട്ടുണ്ട്. വളരെ സത്യസന്ധനായിരുന്നു ഇബ്നുൽ ഹൈബാൻ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണെന്ത്? പ്രവാചകൻ വരാൻ സമയമായി, അദ്ദേഹത്തിൻ്റെ പാലായന ഭൂമിയാണ്. അതുകൊണ്ട് യഹൂദരെ നിങ്ങളെ മുൻകടന്ന് മറ്റൊരു വിഭാഗം ആ പ്രവാചകനെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ ഔസ് ഖസ്റജ് അവിടെ ഉണ്ടല്ലോ, അവർ യഹൂദരല്ലോ. അപ്പോൾ ഔസ് ഖസ്റജ് ആ പ്രവാചകനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജൂതരെ നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കണം എന്നാണ് ഇബ്നുൽ ഹൈബാൻ കൊടുത്ത വസിയ്യത്ത്. പക്ഷെ എന്താ സംഭവിച്ചത്? യഹൂദന്മാർ അവർ ഞങ്ങളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വരും ഈ പ്രവാചകൻ എന്നാണ് വിചാരിച്ചത്. ഔസ് ഖസ്റജ് ഗോത്രത്തിന് എന്താ സംഭവിച്ചത്? യഹൂദന്മാരെന്ത് ചെയ്യും? ഔസ് ഖസ്റജ് ഗോത്രത്തോട് ഈ പ്രവാചകനെ കുറിച്ച് പറയും. എന്തിന്? അവർ തമ്മിൽ അന്യോന്യ യുദ്ധം ഉണ്ടാകുമ്പോൾ അവർ പറയും, ഒരു പ്രവാചകൻ വരാൻ സമയമെടുത്തു, ആ പ്രവാചകൻ വന്നാൽ ഞങ്ങൾ ആ പ്രവാചകനോടൊത്ത് നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യും എന്ന് പറയും. അപ്പോൾ ഔസിനും ഖസ്റജിനും ഒരു ധാരണ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരാൻ സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അവർക്ക് പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് ആ പ്രവാചകൻ എന്നുള്ള വാശിയൊന്നുമില്ല. യഹൂദന്മാർക്ക് ആ വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ മദീന വിട്ടു പോകൂല, യസ്രിബ് വിട്ടു പോകൂല, ചില വ്യവസായ കാര്യങ്ങൾക്കല്ലാതെ. ഔസ് ഖസ്റജ് ഗോത്രം അങ്ങനെയല്ല, അവർ മദീനയിൽ വിട്ടുപോകും. എപ്പോൾ? ഹജ്ജ് സീസണിൽ ഹജ്ജിന് പോകും, ഉംറക്ക് പോകും. ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതോടൊപ്പം ഇന്നത്തെ പോലെയല്ല, അന്ന് മിനയും മുസ്ദലിഫയും ഒക്കെ ഹജ്ജിൻ്റെ തീർത്ഥാടന ഭൂമികളാണ്, അതോടൊപ്പം മാർക്കറ്റുകളാണ്, അതോടൊപ്പം സാഹിത്യ സൃഷ്ടികൾ അവതരിപ്പിക്കാനുള്ള വേദികളുമാണ്. അതുകൊണ്ട് തന്നെ പല ലക്ഷ്യങ്ങൾക്ക് ഔസും ഖസ്റജും എന്തെയും മക്കയിൽ പോകും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഖബയിൽ വെച്ചിട്ട് ഔസും ഖസ്റജും പരിചയപ്പെടുന്നത്, മിനയിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാനും. ആദ്യത്തെ ഇരിപ്പിൽ 7 പേർ, പിന്നെ 70-ൽ ചില്ലാനം പേർ, പിന്നെ ഔസ് ഖസ്റജ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക ചെയ്തത്? സ്വീകരിക്കുകയാണ് ചെയ്തത്. യഹൂദന്മാർ ഈ ഇബ്നുൽ ഹൈബാൻ്റെ വസിയ്യത്ത് ഉണ്ടായിട്ടും ഇബ്നുൽ ഹൈബാൻ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് ബനു ഖുറൈദ കൂട്ടാക്കിയിരുന്നില്ല, ബനു നദീർ കൂട്ടാക്കിയിരുന്നില്ല, ബനു ഖൈനുഖ കൂട്ടാക്കിയിരുന്നില്ല. പറയുമ്പോൾ അവർക്കറിയാം, അള്ളാഹു പറഞ്ഞില്ലേ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് ആ പ്രവാചകനെ അറിയാമായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഖുറൈദക്കാരുടെ അടുക്കലേക്ക് വന്നപ്പോൾ ബനു ഖുറൈദയിൽ നിന്ന് ആളുകൾ പറയാണ്, ഇബ്നുൽ ഹൈബാൻ നമ്മളോട് വർണ്ണിച്ച അതേ ലക്ഷണമുള്ള ആളാണ്, നമ്മൾ സ്വീകരിക്കണ്ടേ എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ മൂന്ന് പേർ സാലബ ഇബ്നു സാനയും ഉസൈദ് ബിൻ സാനയും അസദ് ബിൻ സാനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിൽ പറയുന്നത്. ബനു ഖുറൈദയിലെ ഒരു മഹാൻ സഹാബികളിൽ ചിലരെ വിളിച്ച് പറഞ്ഞ ഒരു കഥയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഈ കാർമുകിലുകൾ വന്ന് അത് മഴയായി പെയ്തതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇബ്നുൽ ഹൈബാൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്നത് ആളുകൾക്ക് മുമ്പ്
അദ്ദേഹം ഒരു ശുദ്ധ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജൂതന്മാർ മുന്നിൽ നിർത്തിയിരുന്നു. സദക്ക നിർവഹിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കബൂലാക്കിയിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രം ഇവിടെ സഹിയായി ഉദ്ധരിക്കപ്പെട്ടത് ഞാൻ സന്ദർഭോചിതമായിട്ട് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർമുകിലുകൾ കാണുമ്പോൾ എങ്ങനെയാണ്? ആ വിഷയത്തിൽ രണ്ട് ചരിത്രമുണ്ട്. രണ്ടും ആയിഷ റളിയല്ലാഹു തആലയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായി ദേഷ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം അതെങ്ങനെയായിരുന്നു? അത് പൂർണ്ണചന്ദ്രനെ പോലെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം വാള് പോലെ തിളങ്ങുന്നതായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് ഖമർ പോലെ എന്നാണ് പറഞ്ഞത് സഹാബികൾ. അപ്പം അങ്ങനെയുള്ള പൂമുഖം ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ഫതമഅറ വജ്ഹുഹു തമഉറൻ മാ കുൻതു അറാഹു ഇല്ലാ ഇൻദ നുസൂലിൽ വഹി ഔ ഇൻദൽ മഖീലതി ഹത്താ യൻദുറ റഹ്മത്തുൻ അം അദാബുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദേഷ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി. എങ്ങനെ വിവർണമായി? ആ വിവർണമായ രീതിയിൽ റസൂലുള്ളാഹിനെ 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാണ്. 2 സന്ദർഭത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആയിഷമ്മ പറയാണ്, ഒന്ന് വഹി ഇറങ്ങുമ്പോൾ ഒരു ഭാരിച്ച അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വിയർത്ത് മുഖം വിവർണമായി കാണപ്പെടും. മറ്റൊന്ന് ഇൻദൽ മഖീല എന്നാണ്. മഖീല എന്ന് പറഞ്ഞാൽ കാർമേഘം കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമാകുമായിരുന്നു എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടു, മുഖം ആ സുന്ദരാവസ്ഥ വിട്ട് വിവർണായി. കാർമുകിൽ കാണുമ്പോഴും അതേപോലെ വഹി ഇറങ്ങുമ്പോഴും മാത്രമാണ് ആ ഒരു മുഖഭാവം മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ്. ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ട സന്ദർഭം? അതാണ് മറ്റൊരു സംഭവം. അതെന്താ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊത്ത് അവിടുത്തെ വീട്ടിലിരിക്കുകയാണ് മദീനയിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തിരുനബി ഇരിക്കെ ഒരു സ്ത്രീ വന്ന് കതക് മുട്ടി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് കതക് തുറന്ന്. അപ്പം അത് ഹാലയായിരുന്നു. ഹാല എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി, പൂർണ്ണ സഹോദരി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകരെ ഹാലയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാല എന്ന് കേട്ടപ്പോൾ ആയിഷയോട് പ്രതികരിച്ചത് ഉഖ്തു ഖദീജ എന്നാണ്. ഖദീജയുടെ സഹോദരിയോ എന്നാണ്. ഹാല എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഓർമ്മ വന്നത് ഖദീജയാണ്. ആ ഒരു പ്രതികരണം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് ദേഷ്യമിളകി. എന്താ ദേഷ്യമിളകാൻ കാരണം? ആ ഒരു ഗീറത്ത്, അഭിമാന രോഷം ഇളകി. കാരണം ഈ ബഹുഭാര്യമാരുണ്ടാകുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആ ഒരു എന്തിനു പറയും, മിത്രകളത്രം എന്ന് പറയില്ലേ, ഒരു രോഷം, അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇളകി. അപ്പോൾ അവർ പറഞ്ഞു, അജൂസു മിൻ അജായിസി ഖുറൈശ് ഖദ് ഹലകത്. ഖുറൈശി കിളവികളിൽ ഒരു കിളവിയായിരുന്നു ഖദീജ. അവർ മരണപ്പെട്ടു പോയി. ഇപ്പോഴും നിങ്ങൾ അവരെ ഓർക്കണം. ഖദീജ റളിയല്ലാഹു തആല മക്കയിൽ മരണപ്പെട്ടതല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് മദീന ഹിജറ. ആ മദീന ഹിജറയ്ക്ക് ഇപ്പുറമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുജീവിതത്തിലേക്ക് വരുന്നത്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. അപ്പോൾ വർഷങ്ങൾക്കിപ്പുറവും നിങ്ങൾ ആ വൃദ്ധ സ്ത്രീയെ ഓർക്കുകയാണോ എന്ന നിലക്കാണ് എന്ത് ചെയ്തത്? ആയിഷ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രതികരിക്കുകയാണ് ആയിഷയോട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന് പറഞ്ഞാൽ ആരാണ്? കാനത് വകാന ലി മിൻഹൽ ഔലാദ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു, ഏറെ ഇഷ്ടമായിരുന്നു ഖദീജയോട്. അതുകൊണ്ടാണ് ജുസാമ എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നു, ജുസാമ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ ആയിഷ ഉമ്മയുടെ വീട്ടിലാണ്. ജുസാമ എന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് കാലത്ത് കണ്ട മക്കത്ത്, ഇത് മദീനത്താണ്. ജുസാമ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുസാമയെ സ്വീകരിച്ചു. അപ്പോൾ പണ്ടത്തെ അവസ്ഥയല്ല, ജുസാമ ഇപ്പോൾ വൃദ്ധയായ സ്ത്രീയാണ്, വയസ്സയിക്കണ്. ജുസാമ അൽ മുസനിയ എന്ന് അവർക്ക് പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് അവരെ സ്വീകരിച്ച് അവരെ ഇരുത്തി ഭക്ഷണത്തിന്. എന്നിട്ട് ഭക്ഷണം പെറുക്കി വെച്ചു കൊടുക്കാണ് ആർക്ക്? ജുസാമക്ക്. അതിന് വയസ്സായ സ്ത്രീയാണ്. ആരെ കാണുന്നത്? ആയിഷ റളിയല്ലാഹു തആല. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹാദിഹി സദീഖത്തു ഖദീജ, ഇത് ഖദീജയുടെ കൂട്ടുകാരിയാണ്. ഖാനത്ത് തീന അയ്യാമ ഖദീജ, ഖദീജ ജീവിച്ചിരുന്ന നാളിൽ ഇവർ ഞങ്ങളെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. തങ്ങൾ അവരെ സൽക്കരിക്കുന്നു. കൈഫ ഹാലുക്കും ബഅദന, അന്ന് നമ്മളെ വേർപിരിഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. മനസ്സിലല്ലേ? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം ഇവരെ റസൂലുള്ള അവരുടെ പേര് ജുസാമ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വെച്ചിട്ട് ഹസ്സാന എന്നിട്ട്, ജുസാമ എന്നുള്ള അത്ര നല്ലൊരു പേരല്ല. അപ്പോൾ റസൂലുള്ള എന്ത് ചെയ്ത്, ഇനി നിങ്ങളുടെ പേര് ജുസാമയല്ല, ഇനി നിങ്ങളുടെ പേര് ഹസ്സാനയാണ് എന്ന് പേര് മാറ്റി വരെയിട്ട്. അപ്പോൾ ഇതൊക്കെ പാടെ കാണുമ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലല്ലേ, സ്ത്രീ സഹജമായിട്ടുള്ളൊരു വികാരം അതുപോലെയാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് അജൂസു മിൻ അജായിസ് ഖുറൈശ് സദ്ഖാഉൽ അവരുടെ മോണ ചുവന്ന് വയസ്സായ സ്ത്രീ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ കേട്ടത്. എന്താ കേട്ടത്? ഫതമഅറ വജ്ഹുഹു, റസൂലുള്ളാഹിന്റെ മുഖം നിറം മാറി. തമഉറൻ, നല്ല നിലക്ക് നിറം മാറി. എന്നിട്ട് ആയിഷമ്മ പറയാണ്, മാ കുൻതു അറാഹു ഇല്ലാ ഇൻദ നുസൂലിൽ വഹി ഔ ഇൻദൽ മഖീല. റസൂലുള്ളാഹിക്ക് രണ്ടവസ്ഥയിൽ മാത്രമേ ഇങ്ങനെ നിറം മാറാറുള്ളൂ, ഒന്ന് വഹി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ കാർമേഘത്തെ കാണുമ്പോൾ എന്നാണ്. അപ്പം അതാണ് നമ്മുടെ വിഷയം. കാർമേഘം കാണുമ്പോൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം മാറിയിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സുന്ദരനായിരുന്നു. ആ സൗന്ദര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതൊരു പ്രയാസത്താൽ നിറം മാറുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നതാണ് നമ്മളിവിടെ ഇനി തുടർന്ന് മനസ്സിലാക്കുന്നത്. എന്താ? ഇദാ റഅ സഹാബൻ മുഖ്ബിലൻ മിൻ ഉഫഖ് മിനൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ എവിടെ നിന്നെങ്കിലും ഒരു കാർമേഘം വരുന്നത് കണ്ടാൽ, ഫിസമ ആകാശത്തിൽ, അഖ്ബല വ അദ്ബർ, റസൂലുള്ളാഹി കുറേ മുന്നോട്ട് പോകും, അതേപോലെ റസൂലുള്ളാഹി പിന്നോട്ട് വരും. വദഖല വഖറജ്, റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. വതഗയ്യറ വജ്ഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മാറും. വതറക മാ ഹുവ ഫീഹി മിനൽ അമൽ, ഏതൊരു ജോലിയിലായിരുന്നു റസൂലുള്ളാഹി, ആ ജോലി റസൂലുള്ളാഹി വേണ്ടെന്ന് വെക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് ബിഹി. കാർമേഘം, അതിൻ്റെ നന്മ, അതിലുള്ള നന്മ, അത് നിയോഗിക്കപ്പെട്ടതിലുള്ള നന്മ അല്ലാഹുവേ ഞാൻ നിന്നോട് തേടുന്നു. അതിൽ വിപത്തുണ്ട് എങ്കിൽ, അത് കൊണ്ടുവരുന്ന വല്ല വിപത്തുമുണ്ട് എങ്കിൽ അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുമായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാർമേഘം അത് മഴയായി പെയ്താൽ റസൂലുള്ളാഹി സന്തോഷിക്കും, കാർമേഘം നീങ്ങിപ്പോയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കും. എല്ലാവരും കാർമേഘം കാണുമ്പോൾ സന്തോഷിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർമേഘം കാണുമ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടും. അപ്പോൾ അതിൽ ആയിഷമ്മയുടെ ചോദ്യം എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുന്നത്, മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബുൻ, ആ കാർമുകിലിൽ ഒരു അദാബ് ഉണ്ടാകും എന്നതിൽ എന്നെ നിർഭയപ്പെടുത്തുന്നത് എന്താണ്? ശിക്ഷ ഉണ്ടായിക്കൂടെ?
അതാണ് തിരുനബിയുടെ ആ ചോദ്യം. എന്നിട്ട് ലഅല്ലഹു കമാ ഖാല ഖൗമു ആദിൻ, ഒരു വേള ആ കാർമേഘം ആദ് ഗോത്രം പറഞ്ഞതുപോലുള്ള കാർമേഘമായിരിക്കും എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറയണം. ആദ് ഗോത്രം പറഞ്ഞ കാർമേഘം പോലുള്ളതായിരിക്കാം ഒരു വേള ആ കാർമേഘം എന്നാണ്. അതെന്താ? ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഉദിയതിഹിം ഖാലു ഹാദാ ആരിദും മുംതിറുനാ ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹും ഫീഹാ അദാബുൻ അലീം. ആദ് ഗോത്രത്തിൻ്റെ അഹ്കാഫിലേക്ക് കാർമേഘം വന്നു. വരൾച്ചയാൽ പരീക്ഷിക്കപ്പെട്ട ആദ് ഗോത്രം, അവരുടെ നേരെ കാർമേഘം വന്നപ്പോൾ അവർ പറഞ്ഞു ഹാദാ ആരിദും മുംതിറുന, നമുക്ക് മഴയായി പെയ്യാൻ ഇതാ കാർമേഘം വരുന്നു. അപ്പം അവരോട് പ്രതികരിച്ചതെന്താ? ബൽ ഹുവ മസ്തഅജൽതും ബിഹി, അത് കാർമേഘമല്ല, അത് നിങ്ങൾ തിരക്ക് കൂട്ടിയ കാര്യമാണ്. അവർ തിരക്ക് കൂട്ടിയത് എന്താണെന്നറിയോ? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അവർ തിരക്ക് കൂട്ടി പറഞ്ഞത്, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ് ഗോത്രത്തോട് പറഞ്ഞ അള്ളാൻ്റെ അദാബുണ്ട് സൂക്ഷിച്ചോളി, അള്ളാൻ്റെ അദാബുണ്ട് സൂക്ഷിച്ചോളി. അപ്പോൾ ആദ് ഗോത്രം പറഞ്ഞത്, അങ്ങനെ അള്ളാഹ്ക്കൊരു അദാബുണ്ട് എങ്കിൽ അത് കൊണ്ടുവാ, നീ സത്യമാണ് പറയുന്നത് എങ്കിൽ എന്നാണ്. അങ്ങനെ ശിക്ഷ ഉണ്ടെങ്കിൽ വൈകണ്ട വന്നോട്ടെ എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് എന്താ? ബൽ ഹുവ മസ്തഅജൽതും ബി, നിങ്ങൾ തിരക്ക് കൂട്ടിയ ശിക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റീഹുൻ ഫീഹാ അദാബുൻ അലീം, അത് കാർമേഘമല്ല, കാറ്റാണ്, നോവേറ്റുന്ന ശിക്ഷയുള്ള കാറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അവരോട് പ്രതികരിക്കേണ്ടായത്. അപ്പം കാർമുകിലിന് അത് വന്ധ്യമായ കാർമേഘമായിരുന്നു, കാറ്റായി വന്നു അത് വർഷിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നി ഖശീതു അൻ യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളുടെ മേൽക്കോയ്മ നൽകപ്പെടുന്ന ഒരു ശിക്ഷയാകുമോ അത് എന്ന് ഞാൻ ഭയക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ആ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർമേഘം കാണുമ്പോൾ തിരുനബിയുടെ ആ സുന്ദരമായ മുഖഭാവം അത് മാറുമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന പേടി, അള്ളാഹുവിൻ്റെ അദാബിനുണ്ടായിരുന്ന ഭയം, അത് ഉമ്മത്തികളുടെ മേൽ വർഷിക്കുമോ എന്നുള്ള ഭീതി. അപ്പോൾ നമ്മളാകുന്ന ഉമ്മത്തികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമേൽ മനസ്സുണ്ടായിരുന്നു, കൂറുണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ഇവിടെ അനുബന്ധമായിട്ട് വായിക്കുകയാണ്. കാർമേഘങ്ങൾ ഓതുന്ന ചരിത്രങ്ങൾ ഇതുപോലെ ധാരാളമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ഉത്ബോധനം എന്ന നിലക്ക് ഉണർത്തുന്നതിൽ ഒരാവർത്തന വിരസത തോന്നേണ്ടതില്ല. തിരുനബി പറയാണ്, ബൈനമാ റജുലുൻ ബിഫലാത്തി അർദിൻ, ഒരു വ്യക്തി ഒരു മരുഭൂമിയിൽ, ഫസമിയ സൗതൻ ഫീ സഹാബത്തിൻ എന്നാണ്, കാർമേഘത്തിൽ ഒരു ശബ്ദം കേട്ടു എന്നാണ്. എന്താ ശബ്ദം? ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇന്ന വ്യക്തിയുടെ തോട്ടത്തെ ആ കാർമേഘത്തോട് കുടിപ്പിക്കാൻ പറയാണ്. കാർമേഘം മഴയായി ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ മഴയായി പെയ്ത് അതിൻ്റെ വെള്ളം എത്തിക്കാനാണ് പറയുന്നത്. കാർമേഘത്തിലാണ് ആ ശരീരി കേൾക്കുന്നത്. അങ്ങനെ ഫതനഹ ദാലിക സഹാബ് എന്നാണ്, ഒരു വ്യക്തിയുടെ തോട്ടം കുടിപ്പിക്കാൻ കാർമേഘത്തിൽ നിന്ന് അശരീരി ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതനഹ ദാലിക സഹാബ് എന്നാണ്, ആ കാർമേഘം അവിടെ നിന്ന് മാറി നിന്നു എന്നാണ്. അപ്പൊ ഇത് കേട്ട വ്യക്തി പറയാണ്, അദ്ദേഹം ഈ ശബ്ദം നിരീക്ഷിച്ചു, കാർമേഘത്തെ കണ്ടു. പിന്നെന്താ സംഭവിച്ചത്? ഫാഫ്റഗ മാഅഹു ഫീ ഹർറത്തിൻ ഫഇദാ ശർജത്തുൻ മിൻ തിൽക ശിറാജി ഖദ് ഇസ്തൗഅബത് ദാലികൽ മാഅ കുല്ലഹു എന്നാണ്. കാർമേഘം മാറി നിന്നു, എന്നിട്ടൊരു ഹർറയിൽ ആ മേഘം മഴയായി പെയ്തു എന്നാണ്. ഹർറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത കല്ലുകൾ പാകപ്പെട്ട കുന്നിനാണ് പറയുക. കറുത്ത കല്ലുകൾ പാകപ്പെട്ട കുന്ന്, അവിടെയാണ് ഈ കാർമേഘം ഒന്നായിട്ട് മഴയായി പെയ്ത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഷർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വരുന്ന കവായി എന്ന് പറയില്ലേ, വഴി, കനാൽ, ചെറിയ കനാൽ, ആ വെള്ളം മുഴുവൻ ആ ഹറയിൽ നിന്ന് ഒരു കനാലിലേക്ക്, ആ കനാലോ അത് വെള്ളം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോവാണ്. അപ്പൊ ഈ കേട്ട വ്യക്തി ഈ വെള്ളത്തെ പിന്തുടർന്നു എന്നാണ്. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, ഈ കവായി അല്ലെങ്കിൽ ചെറിയ കനാൽ
ഒരു വ്യക്തിയുടെ തോട്ടത്തിലേക്ക്, ആ വ്യക്തി അതിലുള്ള വെള്ളം തൻ്റെ തോട്ടത്തിലേക്ക് തിരിച്ചു വിടുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ തുടരുന്ന വ്യക്തി, ശബ്ദം കേട്ട വ്യക്തി ചോദിക്കുകയാണ്, എൻ്റെ പേരെന്താണ്? അപ്പോൾ അയാൾ പേര് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ എൻ്റെ പേര് ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ ഈ പേരാണ് ഞാൻ കാർമേഘത്തിൽ കേട്ടത്. നിങ്ങളുടെ തോട്ടത്തിൽ മഴയായി പെയ്ത് വെള്ളമെത്തിക്കാനാണ് കാർമുകിലിനോട് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണത്? ഇതൊരു വലിയ കറാമത്താണ്. ഇതിന് മാത്രം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം അയാളുടെ പ്രതികരണം, തോട്ടം വിളയെടുത്താൽ വിള 3 ആക്കും. 3-1 ദാനം, 3-1 അദ്ദേഹത്തിനും കുടുംബത്തിനും അന്നം, 3-1 അത് അടുത്ത വിള ഇറക്കാനുള്ള വിത്ത് തോട്ടത്തിലേക്ക് വിത്താക്കിയിട്ട് എടുത്തു വെക്കുന്നത്. ഇതാണ് പതിവ് എന്നാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു കറാമത്ത് അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാർമേഘത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കേൾക്കുന്ന ചരിത്രങ്ങളിൽപ്പെട്ടതാണത്. ഖലീഫ ഹാറൂൺ റഷീദ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിൻ്റെ വാളം എങ്ങനെ എഴുതി വെച്ചിരുന്നതാണ്. എന്ത്? അൽ ഖാസി അൽ ഹാജ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് ഹാജിയാണ്, ഖാസിയാണ് എന്നാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? 1 വർഷം യുദ്ധം, 1 വർഷം ഹജ്ജ്, അങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വർഷത്തെ അദ്ദേഹം വീതിച്ചിരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതെങ്ങനെ വാളിൽ കൊത്തിയിരുന്നത് എന്നാണ്. മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഹാറൂൺ റഷീദ്. കാർമുകിൽ കണ്ടാൽ പറയുന്നതാണ്, എവിടെ പോയി പെയ്തോ പ്രശ്നമല്ല, നിന്റെ ഖറാജ്, നിന്നിലൂടെയുള്ള വരുമാനം എനിക്കെത്തും എന്നാണ്. എനിക്കെത്തും. 22 രാഷ്ട്രങ്ങളെ ഭരിച്ചിരുന്ന ഖലീഫയാണ് ഖലീഫ ഹാറൂൺ റഷീദ്. 22 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാർമുകിൽ അന്ന് ഏത് സ്ഥലത്ത് പോയി പെയ്താലും, ആഫ്രിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, അതല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് പിന്നെ സിന്ധ്, ചൈന, ഈ ഭാഗങ്ങളിലേക്കാകട്ടെ, ഹാറൂൺ റഷീദ് ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ അതൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭൂപരിധിയിലായിരുന്നു. അതുകൊണ്ടാണ് എവിടെ പോയി പെയ്താലും നിന്റെ വരുമാനം, ഖറാജ്, അതെന്നെ തേടി വരും എന്ന് പറയുമായിരുന്നു എന്നാണ് ഖലീഫ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതേപോലെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായന നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് വ മുജ്രിയ സഹാബ് വഹാസിമൽ അഹ്സാബ് ഉഹ്സുംഹും വൻസുർന അലൈഹിം എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ടെന്നാണ്. ആ പ്രാർത്ഥന തങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രയോഗം, അത് ഹദീസിന്റെ ലഫ്ദിൽ കാണാം. തിരുനബി പറയും, അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അയ്യുഹന്നാസ് ലാ തതമന്നൗ ലിഖാഅൽ ആദു, ജനങ്ങളെ, ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. യുദ്ധക്കൊതിയന്മാരായി ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയാറുണ്ട്. വസലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനാണ് യാചിക്കേണ്ടത്, തേടേണ്ടത്. ആഫിയത്ത് എന്താ? യുദ്ധമല്ലാതെ സമാധാനാന്തരീക്ഷത്തിൽ സുഖത്തിൽ ജീവിതം, അള്ളാഹ്ക്ക് വഴിപ്പെട്ടുള്ള ജീവിതം, അതാണ് ആഫിയത്ത്. ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന നിയമത്തുകളിൽ ഏറ്റവും വലിയ നിയമത്താണ് ആഫിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്തിനെ തേടണം. ആഫിയത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് അള്ളാഹ്ക്ക് വഴിപ്പെടാൻ പറ്റുക, ആരാധനാ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക, സമാധാന ചിത്തമായിട്ട് ജീവിക്കാൻ പറ്റുക. അതുകൊണ്ട് ശത്രുവിനെ കണ്ടുമുട്ടാനും ഒരു യുദ്ധം ഉണ്ടാകാനല്ല നിങ്ങൾ കൊതിക്കേണ്ടത്. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. ഫൈനകും ലാ തദ്റൂൻ മാ യകൂനു ഫീ ദാലിക്, ഒരു ശത്രുവിനെ കണ്ടുമുട്ടിയാൽ അതിൽ എന്താണ് സംഭവിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. രക്തസിക്തമായ പോരാട്ടം നടന്നാൽ
രക്തക്കളം ഒഴുകിയാൽ അതിലൊക്കെ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടുവായെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഫൈദാ ലഖീതുമൂഹും, ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടിയാലോ ഫസ്ബിറു, അപ്പൊ പിന്നെ ഭീരുക്കളായി പിന്തിരിഞ്ഞോടാൻ പാടില്ല, അതല്ല ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക തന്നെ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ് അത്, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് വമുജ്രിയ സഹാബ് വഹാസിമൽ അഹ്സാബ് ഇഹ്സിംഹും വൻസുർന അലൈഹിം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചവനെ, കാർമുകിലുകളെ ചലിപ്പിക്കുന്നവനെ, സഖ്യകക്ഷിയെ തോൽപ്പിച്ചവനെ, അവരെ നീ പരാജയപ്പെടുത്തണമേ, അവർക്കെതിരിൽ നീ ഞങ്ങൾക്ക് സഹായം അരുളണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു ആകുന്നു മുജിരിയ സഹാബ്, കാർമുകിലുകളെ ചലിപ്പിക്കുന്നവൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അള്ളാഹിൻ്റെ ഒരു പ്രത്യേകത എണ്ണി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതേപോലെ അള്ളാഹു ആകുന്നു യുൻഷിഉ സഹാബ സിഖാൽ, ജലഭാരമുള്ള കാർമുകിലുകളെ പടക്കുന്നവൻ, കാർമുകിലുകളെ പടക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ. സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്ത്. അല്ലാഹു ആകുന്നു മഴയാകുന്ന തന്റെ കാരുണ്യത്തിന് മുന്നോടിയായിട്ട് കാറ്റിനെ നിയോഗിക്കുന്നവൻ. യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, അങ്ങനെ ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ, ജലഭാരമുള്ള കാർമുകിലുകളെ കാറ്റുകൾ വഹിച്ചാൽ സുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്ത് എന്നാണ്, നിർജീവമായ നാട്ടിലേക്ക് നമ്മൾ ആ കാർമുകിലുകളെ നയിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ കാർമുകിലുകളെ നിർജീവമായ നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മഴ വർഷിക്കും, സസ്യലതാദികളെ ഫലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുകയും ചെയ്യും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ മഴ ആവശ്യമുള്ളവരാണ്. കാറ്റ് കാണുന്നവരാണ്, കാർമുകിലുകൾ കാണുന്നവരാണ്. ഇപ്പോഴത്തെ സാഹചര്യം അതിൽ നമ്മൾ ഏറെ അള്ളാഹുവിനെ ഓർക്കുവാൻ കുറേ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് സാക്ഷിയാകുന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്താ? കാർമുകിലുകൾ കണ്ടാൽ, അതുപോലെ കാറ്റ് കണ്ടാൽ റസൂലുള്ളാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫിഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി എന്ന് ദുആ ചെയ്യും. വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫിഹാ വ ശർരി മാ ഉർസിലത് ബിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യും. കാർമുകിലുകൾ നീങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദുലില്ലാ പറയും. കാരണം ഒരു അദാബായിട്ട് അത് ഭവിക്കാതെ നീങ്ങി എന്ന നിലക്ക്. മഴയായി പെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സ്വൈബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയാക്കണമേ എന്ന് ദുആ ചെയ്യും. അല്ലാഹുമ്മ സ്വൈബൻ നാഫിഅ, സ്വയ്യിബൻ നാഫിഅ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽ വന്നതാണ്. അല്ലാഹുമ്മ സുഖിയ റഹ്മ, കാരുണ്യത്തിന്റെ മഴയാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കും. സ്വൈബൻ നാഫിഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായ സ്വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ അതെപ്പോഴാണ് ഉപകാരപ്രദമാകുക? മഴ ഉപകാരപ്രദമായില്ല എങ്കിൽ എങ്ങനെ? ഒക്കെ നമുക്ക് ഇന്ന് നന്നായി അറിയുന്ന വിഷയങ്ങളാണ്. മഴയില്ലാഞ്ഞാൽ പ്രശ്നം, മഴ ഉണ്ടായി അത് ഉപകാരപ്രദമായില്ല എങ്കിൽ, പതിവുകളിൽ കവിഞ്ഞ് മഴയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ മഴയില്ലാത്തയിടത്ത് മഴയാക്കണമേ, ഞങ്ങളുടെ മേൽ മഴയാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറേ ദുആയുടെ, കുറേ ഹംദിൻ്റെ, അതുപോലെ തസ്ബീഹ്, ഇടിനാദം വന്നാൽ, ഇടിവാളും ഇടിത്തീയും വന്നാൽ എന്താ ദുആ? സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. അപ്പോൾ ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ ചക്രവാളങ്ങളിൽ അരങ്ങേറുമ്പോൾ, ദിഗന്ധങ്ങളിൽ കാണുമ്പോൾ നമുക്ക് ഇത്തരം ഹദിയുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ
ഓർമ്മ വരണം. സുന്നത്തുകളെ നമ്മൾ പ്രയോഗവൽക്കരിക്കണം, വാക്കാൽ പ്രവൃത്തിയാൽ എന്നുള്ളതാണ് ഇവിടെ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മുൻഷിഉ സഹാബ് എന്ന ഒരു പേരുണ്ടോ? ചില പണ്ഡിതന്മാർ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാകുന്നു, അള്ളാഹു ആകുന്നു കാർമുകിലുകളെ പടക്കുന്നവൻ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു പ്രത്യേകത പേര് അത് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി തുണയേകി അള്ളാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലിനാൽ ഇതിനേക്കാൾ നല്ല ഒരു സദസ്സിൽ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണ അരുളുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ ഇണകളിൽ ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമ നൽകി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها استقرارها. اللهم احفظ لها حدود ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.